നമസ്കാരം, ടെസ ചാർലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഗപ്പി വളർത്തൽ ഒരു പാഷനിൽ തുടങ്ങി ഇപ്പൊ നല്ലൊരു അടിപൊളി ഗപ്പി ഫാമിൽ എത്തി നിൽക്കുന്ന ഒരു യുവാവിന്റെ വീട്ടിലാണ്. കൊല്ലം ഓയൂരാണ് പുള്ളിയുടെ പ്ലേസ്. അപ്പം ഒട്ടുമിക്ക പേർക്ക് ആളെ അറിയായിരിക്കും, കാരണം കൊല്ലം ഫിഷ് ലവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ആ ഒരു ചെറുപ്പക്കാരനോട് തന്നെ ചോദിക്കാം. അപ്പൊ ഈ ഒരു ഗപ്പി ഫാമിനെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ അതിന്റെ ഓണറായ ജോബിൻ റോയോട് തന്നെ നമുക്ക് ചോദിക്കാം. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ഗപ്പി ഫാമിലോട്ട് എത്തിപ്പെട്ട ആ ഒരു ജേർണി ഒന്ന് ജസ്റ്റ് വ്യൂവേഴ്സിന് വേണ്ടി പറയാം. ജസ്റ്റ് ഒരു ഹോബി എന്ന നിലയ്ക്ക് നോക്കിയതാണ്. നമ്മൾ ജസ്റ്റ് ഒരു കടയിൽ ചെന്നു, കൂട്ടാൻ്റെ കൂടെ കടയിൽ പോയി. അപ്പം ബൈക്കിന്റെ ഷോറൂമിൽ പോയാണ്. ഞങ്ങൾ ചുമ്മാ ഞാൻ തിരിക്കേണ്ട പോസ്റ്റ് ആവണ്ട എന്നും പറഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ ഒരു ഷോപ്പിൽ കയറിയപ്പോൾ അവിടെ ഒരു പുതിയൊരു ഐറ്റം, ഒരു ഗപ്പീസ് നോക്കിയാൽ ചുമന്നുള്ളല്ലോ മീ ആദ്യമായിട്ട് കാണുവാണ്. ഞങ്ങളുടെ ഒന്നും വാങ്ങാൻ വലിയ കാശൊന്നും ഇല്ല. അന്ന് 200 രൂപ എങ്ങാണ്ടാണ് അവർ ചോദിച്ചത്. നോക്കിയപ്പോൾ ഷോറൂമിൽ പോയാൽ വീട്ടിൽ നിന്നുള്ള കാശും കൊണ്ടാണ് പോകുന്നത്. അവിടുന്ന് വാങ്ങിച്ചാൽ പിന്നെ വണ്ടി ഇറക്കാക്കൂല. പിന്നെ ഞങ്ങൾ രണ്ടുപേരോട് ഷെയർ ഇട്ട് 200 രൂപ ഒപ്പിച്ച് ആദ്യമായിട്ടൊരു ഫിഷിനെ വാങ്ങി. അതാണ് മറ്റേ ആൽബിനോ ഫുൾ റെഡ് എന്ന് പറയുന്നത്. ഫുൾ റെഡ്. പിന്നെ അതിന്ന് പിന്നെ അടുത്ത ഏതാ ട്രൈ ചെയ്തേ? കഴിഞ്ഞ് പിന്നെ എലിഫന്റ് കേസിലോട്ട് പോയി. അത് ഇവിടെ തന്നെ അടുത്തുള്ള പുള്ളിക്കാരെ എടുത്ത് പരീക്ഷിച്ച് നോക്കിയതാണ്. ഓക്കെ. പിന്നെ ഈ ഫാമിലോട്ട് ഇങ്ങനെ ഇതേപോലെ ഗപ്പിയുടെ പല പല വെറൈറ്റീസ് ചെയ്യണം, ഫാമിലോട്ട് എത്തും, അങ്ങനെ വല്ലതും ചിന്തിച്ചിരുന്നു ആദ്യം? ഇല്ല, അങ്ങനെ അന്ന് വിൽക്കാറുള്ള എല്ലാ ഫിഷും പിന്നെ നോക്കിയത്. അതിൽ നോക്കിയപ്പോൾ ഗപ്പിയാണ് എനിക്ക് പറ്റിയൊരു ഫിഷ് എന്ന് ഞാൻ കണ്ടുപിടിച്ചുകൊണ്ട് പിന്നെ അതിനകത്തോട്ട് കയറിയത്. ഓക്കെ. അപ്പൊ ആദ്യമേ ആൽബിനോ ഫുൾ റെഡാ ചെയ്തതെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് ചെയ്ത സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിട്ടോ സ്റ്റാർട്ടിങ്? ആൽബിനോ ഫുൾ റെഡ് ആദ്യത്തെ ഗപ്പി എന്തായാലും ചത്തുപോയായിരുന്നു. ആദ്യത്തെ മഴയത്ത് തന്നെ അത് ഡെഡായി. പിന്നെ അത് എങ്ങനെയാണ് ചത്തുപോയെന്നുള്ളത് കണ്ടുപിടിച്ച് പിന്നെ അതിൽ നിന്ന് പഠിച്ചാണ് കയറി വന്നത്. അതെന്തായിരുന്നു സംഭവിച്ചെന്തായിരുന്നു? പുതിയൊരു മല ചെയ്തു. നമ്മളൊരു വെളിയിൽ സിമെന്റ് ടാങ്കിലായിരുന്നു ഇട്ടത്. ഫസ്റ്റ് റെയിൻ തന്നെ പെയ്തപ്പോ തന്നെ അതിന്റെ ഏകദേശം അതിനുള്ള രോഗം വന്നു. പിന്നെ അത് pH ഒക്കെ ചേഞ്ച് ആയി ഡെഡായി പോയി. അങ്ങനെ പിന്നെ അതിനെ കുറിച്ച് കൂടുതൽ ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബിൽ കയറി തപ്പി പുതിയ സാധനങ്ങൾ തപ്പി കണ്ടുപിടിച്ച് എന്തുകൊണ്ടാണ് ഡെഡായി, എന്താണ് നമ്മുടെ കാലാവസ്ഥയെ വേണ്ടുന്നത് എന്നെല്ലാം കണ്ടുപിടിച്ച് പിന്നെ കയറി വന്നു. ഓക്കെ. പിന്നെ ഈ കറക്റ്റ് ഇത് എവിടാ ലൊക്കേറ്റ് ചെയ്യുന്നുള്ള ജസ്റ്റ് ഒന്ന് വ്യൂവേഴ്സ്? നമ്മുടെ കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ല ഓയൂരം എന്ന് പറയുന്ന സ്ഥലം, കുരിശുമൂട്. പിന്നെ കുറെ പേർക്ക് അറിയായിരിക്കും പുള്ളിനെ, കൊല്ലം ഫിഷ് ലവർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. പിന്നെ ഈ pH ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് നോക്കാറുണ്ടോ വെള്ളത്തിന്റെ? pH ഇപ്പൊ ഇവിടെ നോർമൽ ആണ്. ഏകദേശം ഇതിന്റെ ഒരു ഫീൽഡിൽ നിന്ന് കഴിയുമ്പോൾ നമുക്ക് അറിയാം വെള്ളം എങ്ങനെയാണ് കണ്ടീഷൻ ആവുന്നത്. അത് എക്സ്പീരിയൻസ് വെച്ച് മനസ്സിലാവും. ഇപ്പൊ ഇവിടെ പ്രസന്റിൽ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള ഏതൊക്കെ ഗപ്പീസ് ഉണ്ട്? ഏകദേശം 100 അടുപ്പിച്ച് വെറൈറ്റീസ് ഉണ്ട്. സെയിലിന് ഒരു 10-30 വെറൈറ്റി ആണ്. മിക്കാറുള്ള എല്ലാ ഐറ്റവും ഉണ്ട് ഇവിടെ ഗപ്പീസ്. ഓക്കെ. ഗപ്പീസ് മാത്രമാണോ അതോ വേറെ ഏതെങ്കിലും ഫിഷ് ഉണ്ടോ? ഞാൻ ആക്ച്വലി എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഗപ്പീസിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് കുറച്ച് ഗപ്പീസ് പിന്നെ ഷ്രിംസ് വെറൈറ്റീസ് ഉണ്ട്. ഓക്കെ. അപ്പൊ ഗപ്പീസിനെ ഷ്രിംസിന്റെ നമുക്ക് വീഡിയോയിൽ കാണാം. ഇപ്പം ഒരുപാട് ഗപ്പീസിനെ നമ്മളിവിടെ കണ്ടു, മെയിലും ഫീമെയിലും അതേപോലെ കുഞ്ഞുങ്ങളും എല്ലാം നല്ല അടിപൊളിയായിട്ടാണ് കീപ്പ് ചെയ്യുന്നത്. അപ്പൊ ആദ്യമായിട്ട് ഈ ഒരു ഫീൽഡിൽ വരുന്നവരുടെ എന്താ പറയാനുള്ളത്? നമ്മൾ എന്തൊക്കെയാ ശ്രദ്ധിക്കണ്ടേ? പിന്നെ ആദ്യം ഏതെങ്കിലും ഒരു സ്ട്രെയിൻ എടുത്ത് പഠിക്കുക. അതായത് ഇതിൽ നിന്ന് വലിയ വരുമാനം കിട്ടും എന്നുള്ള രീതി ആരും വരണ്ട. ജസ്റ്റ് ഒരു ഹോബി എന്ന നിലയിൽ എല്ലാത്തിനും അതിൻ്റെതായ നല്ല കഷ്ടപ്പാടുണ്ട്. സിമ്പിൾ ആണ് എന്നും പറഞ്ഞ് വന്നിട്ട് കയ്യിൽ നിന്ന് ക്യാഷ് പോകത്തേ ഉള്ളൂ. റിച്ച് ആവാനും വലിയ പാടാണ്. ഓഹോ. നമ്മൾ ആ ഒരു സ്നേഹവും പാഷനും കൂടെ വളർത്തുമ്പോഴാണ് അത്ര സക്സസ്ഫുൾ ആവുന്നത്. അല്ലാതെ അത് ഞാൻ പറഞ്ഞല്ലോ, ഇത് മാത്രമായിട്ട് നിന്നാ ഒന്നും കിട്ടത്തില്ല. ഒരു ഹോബിസ്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ പോക്കറ്റ് മണിക്കുള്ളത് കിട്ടും. ഇപ്പൊ ഈ കാണുന്ന മീന് ഇത് ആൽബിനോയുടെ റെഡ് ഇയർ ക്യാപ്പ് എന്ന് പറയുന്ന ഗപ്പീസ് ആണ്. റെഡ് ഇയർ ക്യാപ്പ് മറ്റേ ഇമ്പോർട്ട് വന്ന ബ്രൂഡിന്റെ ഫീമെയിൽസും മെയിൽസും സ്റ്റോക്ക്. ഇപ്പം ഇത് കൊടുക്കാനായിട്ട് സെയിലിംഗിന് കുറച്ച് ജൂനിയർ സൈസ് ഉള്ള ഐറ്റംസ് സെയിലിന് റെഡി ആയിട്ടുണ്ട്. ഇത് ചില്ലി മൊസൈക്ക് എന്ന് പറയുന്ന ഡാർക്ക് പ്രിന്റ് എന്നൊരു പുതിയ ലൈനേജ് ആണിത്. ഇതിന്റെ ഇതേപോലെ തന്നെ ബ്രൂഡ് സ്റ്റോക്ക് ആണ്. മെയിലും ഫീമെയിലും. മെയില് ചെറിയ ഏജ് ആണ്. ബ്ലഡ് ലൈൻ മാറ്റാൻ വേണ്ടി ഡിഫറെന്റ് വെറൈറ്റീസിന് ഡിഫറെന്റ് ലൈനേജിന് കീപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇപ്പം ഈ ഡിഫറെന്റ് ആയിട്ടുള്ള വെറൈറ്റീസ് ഇപ്പൊ ഇവിടെ ഒരുപാട് ഉണ്ടല്ലോ. അപ്പം അതിന്റെയൊക്കെ സ്റ്റാർട്ടിംഗ് റേഞ്ച് എന്തുവായിരിക്കും വരുന്നത്? സ്റ്റാർട്ടിങ് അത് അതിന്റെ റേറ്റ് അതിന്റെ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പൊ ഒരു കൊച്ചൊരു പയ്യൻ വരുവാണെങ്കിൽ അവന് കൊടുക്കാൻ പറ്റുന്ന പീസ് 25 രൂപ റേറ്റ് സ്റ്റാർട്ടിങ് തൊട്ട് ഒരു 1000-1500 രൂപ വരെ പേരിന് റേഞ്ച് വരുന്ന ഐറ്റംസ് ഉണ്ട്. വരുന്നവരുടെ 25 തൊട്ട് അത് വരുന്നവരുടെ ഉദ്ദേശം പോലെ ഇരിക്കും. ഇത് നമ്മുടെ മോസ്കോ ബ്ലൂവിന്റെ ഗപ്പീസ് ആണ്. അത് ഹെഡിന്ന് വെച്ചാൽ ടോപ്പ് വ്യൂ നോക്കിയാൽ മാത്രമേ ഒരു ബ്ലൂ ഷെയ്ഡ് അതിന്റെ ക്യാപ്പായിട്ട് കിട്ടുള്ളൂ.
നോർമലി സൈഡ് വ്യൂ ഒക്കെ നമ്മൾ ലൈറ്റ് ഇല്ലാത്ത ഇതേപോലുള്ള സ്ഥലത്താണ് ഫുൾ ബ്ലാക്ക് പോലെ തോന്നും. ഇവർക്കൊക്കെ എന്താണ് ഫീഡ് ചെയ്യുന്നത്? ഇപ്പൊ ഞാൻ ഇട്ടേക്കുന്നത് റെഡ് ഡ്രാഗന്റെ ആർട്ടിമിയുടെ സ്വിഫ്റ്റ് ആണ്. സ്വിഫ്റ്റ് ഹാച്ച് ചെയ്താണ് ഇപ്പൊ കൊടുത്തേക്കുന്നത്. ഇത് നമ്മുടെ ബ്ലൂ ഡ്രാഗന്റെ ഒരു പുതിയ ലൈനേജ് ആണ്. ഇമ്പീരിയൽ ബ്ലൂ ഡ്രാഗന്റെ ഒരു പുതിയ ഇമ്പോർട്ട് വന്ന ഒരു ലൈനേജ് ആണ്. ഫസ്റ്റ് ബാച്ച് ആണ്. ഇത് കുറച്ചുകൂടി സൈസ് ആയാലും അതിന്റെ കളർ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് വരത്തുള്ളൂ. കുറച്ചുകൂടെ സൈസ് ആവാനുണ്ട്. കുറച്ചുകൂടി സൈസ്. ഇത് നമ്മുടെ സോളിഡ് ബ്ലാക്ക് എന്ന് പറയുന്ന ഗപ്പീസ് ആണ്. എന്ന് വെച്ചാൽ ഫുൾ ബ്ലാക്ക് ആണ്. അത് ബ്ലൂ ഷെയ്ഡോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും വരത്തില്ല. ഫുള്ള് ആബ്സൻസ് കളറാണ്. ഫുള്ള് ബ്ലാക്ക് കളറിലായിരിക്കും. ബ്ലാക്ക്. ഇത് നമ്മുടെ ഫുൾ റെഡിന്റെ ഹൈ ഡോർസിൽ വരുന്ന ഐറ്റമാണ്. ഫ്ലവർ ഡോർസിൽ അല്ല, പക്ഷെ അതേപോലെ ഇരിക്കുമെങ്കിലും ഇതിന്റെ ഒരു ഹൈ ഡോർസിൽ വരുന്ന ഐറ്റമാണ്. പക്ക സ്റ്റേബിൾ ആയിട്ടുള്ള സ്ട്രെയിൻ ആണ്. ഇത് നമ്മുടെ പർപ്പിൾ ബെറിയുടെ റോസ്റ്റൈൽ വരുന്ന ഐറ്റമാണ്. അതിന്റെ കൂടെ ചെറിയ എലിഫന്റ് ഇയർ കൂടെ ടൈപ്പ് വരുന്നതാണ്. നല്ല ഡംബോ ടൈപ്പ് വരുന്ന ഡംബോ ടൈപ്പ്. ഇത് നമ്മുടെ സാന്റാക്ലോസിന്റെ വൈറ്റ് ഡംബോ ഇയർ വരുന്ന ടൈപ്പാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഫുൾ ബോഡി ആ വൈറ്റ് കളർ പ്രത്യേകം കയറും. അതുപോലെ അതിന്റെ ഡോർസിൽ ഒരു റെഡും വൈറ്റും കൂടി ചേർന്ന ഷെയ്ഡ് ആയിരിക്കും. ഇത് പ്ലാറ്റിനം ബ്ലൂ ഡ്രാഗൺ എന്ന് പറയുന്ന ഗപ്പീസ് ആണ്. അത് പുതിയ സ്ട്രെയിൻ ആണ്. അതിന്റെ ഫസ്റ്റ് ബാച്ച്. അത് പ്രത്യേകത എന്ന് വെച്ചാൽ റോസ്റ്റൈൽ തന്നെയാണ്. അതിന്റെ കൂടെ പണ്ടത്തെ ബ്ലൂ ഈഗിളിന്റെ ഒക്കെ ഒരു വേരിയന്റ് ആയിട്ടുള്ള സ്ട്രെയിൻ. ഇത് കുറച്ചും കൂടെ സൈസ് ആവാനുണ്ട്. ഇത് നല്ല സൈസ് ആവാനുണ്ട്. ഇത് ഹാഫ് മൂൺ ടൈൽ വരുന്ന ഐറ്റമാണ്. ഇത് പ്ലാറ്റിനം കോയിയുടെ എലിഫന്റ് ഇയർ ടൈപ്പ് ആണ്. അതിന്റെ എല്ലാം മെയിൽസ് ആണ് ഒരുമിച്ച് കിടക്കുന്നത്. അതിനകത്ത് തന്നെ വേറെ 2 മെയിൽ കൂടി കിടക്കും. ഇതിപ്പോ മെയിൽസിനെ മാത്രം ഇട്ടേക്കുവാണ്. മെയിൽസിനെ മാത്രമാണ് ഒരുമിച്ചിട്ടേക്കുന്നത്. കുറച്ച് സൈസ് പെട്ടെന്നാവാൻ വേണ്ടി. അതും ഇതേപോലെ തന്നെ മോസ്കോ ബ്ലൂവിന്റെ മെയിൽസ് ആണ്. അതുമാതിരി ഇതേപോലെ നല്ല സൈസ് വരാൻ വേണ്ടി ഒരുമിച്ചിട്ടേക്കുന്നത്. എല്ലാം മെയിൽസ് മാത്രമാണ്. മെയിൽസ് മാത്രം. ഫീമെയിൽസിനെ സെപ്പറേറ്റ് ഇട്ടേക്കും. ഫീമെയിൽ സെപ്പറേറ്റ്. ഇത് ഡ്രാഗൺ വെറൈറ്റി ആണ്. നമ്മുടെ ഇമ്പീരിയൽ ബ്ലൂ ഡ്രാഗണിൽ നിന്ന് ഇറങ്ങുന്ന ഒരു റെഡ് ഡ്രാഗൺ എന്ന് പറയുന്നത് ഇവിടെ സ്റ്റേബിൾ ആക്കി എടുത്തേക്കുന്ന ഒരു വെറൈറ്റി ആണ്. ഇത് റോസ്റ്റൈലും ഹൈഡോസിലും വരുന്ന ലൈറ്റ്. ഇത് നമ്മുടെ മൾട്ടി ഡ്രാഗന്റെ തന്നെ വേറൊരു സ്ട്രെയിൻ വരുന്നത് നമ്മുടെ സ്നേക് സ്കിൻ ബ്ലാക്ക് കോബ്ര എന്ന് പറയുന്ന ലൈറ്റ് ആണ്. അതിന്റെ ടെയിൽ എന്ന് വെച്ചാൽ സൂപ്പർ ഫാൻറ്റയിൽ വരുന്ന ലൈറ്റ് ആണ്. നല്ല ഡാർക്ക് ബ്ലാക്കും അതേപോലെ തന്നെ പ്രത്യേകത എന്ന് വെച്ചാൽ സ്നേക് സ്കിൻ പാറ്റേൺ ആണ് ബോഡി വരുന്നത്. ഇപ്പം ബ്രോ ആണെങ്കിൽ ഗപ്പി ഫാം ആണോ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്, അതോ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? ഈ ഗപ്പീസ് എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് ഹോബിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. മെയിൻ ആയിട്ട് ഞാൻ അല്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട്. എവിടെ വർക്ക് ചെയ്യുന്നത്? ഞാൻ ഡിസൈൻ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ. ആ ഒരു വർക്കിന്റെ ഇടയിൽ ഒരു ഹോബിയും അതിന്റെ കൂടെ ആ ഒരു സ്ട്രെസ് മാറ്റാൻ വേണ്ടി ഫുൾ ടൈം അത് നോക്കി ഇരുന്ന് വരയ്ക്കണം. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. ഓക്കെ. ഇതെല്ലാം ഫീമെയിൽസിനെയാണ് കീപ്പ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് കാണാൻ വലിയ ഭംഗിയൊന്നും കാണത്തില്ല. കാരണം കുഞ്ഞുങ്ങളെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം സെറ്റ് ചെയ്തേക്കുവാണ്. മെയിൽസിനെ എല്ലാം മേറ്റ് ചെയ്തിട്ട് അങ്ങ് മാറ്റും. ഇത് നമ്മുടെ ഗോൾഡൻ ബ്ലാക്ക് എന്ന് പറഞ്ഞ ബാക്ക് എന്ന് പറയുന്ന ഒരു ഷിംബാണ്. ഗോൾഡ് കളർ ഷിംബ് വെറൈറ്റീസ് ഇവിടെ ഒരെണ്ണം ചെയ്യുന്നത് ഒരു നല്ല മൂവ്മെന്റ് ഉള്ള ഒരു ഐറ്റം. പിന്നെ മുതുഭാഗത്ത് ഒരു ഗോൾഡ് തിക്കായിട്ടുള്ള വര വരും. അതിന്റെ പ്രത്യേകത. ഇത് നമ്മുടെ ഇലക്ട്രിക് ബ്ലൂവിന്റെ ഷ്രിംസ് ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് ആയിരിക്കും. ഈ ഇതിന്റെ ഇപ്പൊ എത്ര വെറൈറ്റീസ് ഉണ്ട് മൊത്തത്തിൽ? ഞാൻ ഇപ്പൊ 4 വെറൈറ്റിയാണ് ചെയ്യുന്നത്. ഒന്ന് ബ്ലൂ, പിന്നെ നേരത്തെ കാണിച്ച ഗോൾഡൻ, പിന്നെ ഒരു ചോക്കോ ബ്ലാക്ക് എന്ന് പറയുന്നുണ്ട്, പിന്നെ നമ്മുടെ ചെറിയ റെഡ് എന്ന് പറയുന്നത്. ഇതിന്റെ സ്റ്റാർട്ടിങ് എത്ര ആയിരിക്കും റേറ്റ് വരുന്നത്? സ്റ്റാർട്ടിങ് ഷ്രിംസിന് ഒരു പീസ് ഒരു 25-30 റേഞ്ച് തൊട്ട് ഒരു 60-80 റേഞ്ച് വരെ വരും പീസ്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നല്ല ക്വാളിറ്റിയുള്ള ഹൈബ്രിഡ് വെറൈറ്റി ഗപ്പീസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ലൊക്കേഷൻ വരുന്നത് കൊല്ലമാണ്. താങ്ക് യു.